ഒരു ചേട്ടനും ചേട്ടന്റെ മകളുമായ പാർവതി മാമുമാണ്. മാം ഇന്ന് 75th ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സാറിന് നമ്മൾ ട്രിബ്യൂട്ട് ആയിട്ട് ഒരു കലണ്ടർ കൊടുക്കുന്നു. സാറിന് ഇഷ്ടപ്പെട്ടോ നമ്മുടെ കലണ്ടറൊക്കെ? ഇഷ്ടപ്പെട്ടു. ഓക്കെ മാം, എനിക്കിതിൽ പേഴ്സണലി പറയാനുള്ള, ഞാനൊരു ഡോക്ടർ ഫ്രെറ്റേണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കിതൊരു റയർ ഓപ്പർച്യൂണിറ്റി ആണ് ഇങ്ങനെ ഒരു അവസരം കിട്ടാന്ന് പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്കാലം എടുത്ത് നോക്കുവാണെങ്കിൽ ഹ്യൂമർ സയൻസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ലൈഫിൽ കൊണ്ടുവരുമ്പോൾ അതിനെ ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് മലയാളം സിനിമയാണ്. അതിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി അല്ലാതെ തന്നെ എല്ലാവർക്കും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണ് ജഗതി ചേട്ടൻ. അപ്പോൾ അതില് മാമിന് അറിയാലോ, ഇപ്പോൾ ഇത്രയും ഇയർ കടന്നു വന്നു, ഇനി സിനിമയിലേക്ക് തിരിച്ചു പോവുകയാണ് സാറ്. അപ്പൊ മാമിന് ഈ ഒരു ജേർണിയിൽ മാമിന് എന്താ തോന്നുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ച് നല്ലപോലെ പഴയ പ്രസരിപ്പോടെ തന്നെ തിരിച്ചെത്തണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്താണെങ്കിലും തിരിച്ച് അടിപൊളിയായിട്ട് തിരിച്ചു വരും എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ ഒരു മോർ ദാൻ 1000 പിക്ചേഴ്സ് ഇൻ ഇൻഡസ്ട്രി, സെയിം ലാംഗ്വേജ്. അത് തന്നെ ഇത്രയും വർഷം കടന്നുപോയി, എന്തോരം ക്യാരക്ടേഴ്സ് ചെയ്തു. എനിക്ക് ഇന്നേ വരെ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഒരു ട്രെൻഡ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്ന് ഒരു കോമഡി റോള്, ഒരേ മാനറിസം, ഒരേ രീതി. നമുക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ഉള്ള പല കോമഡിയൻസിൻ്റെ എനിക്കിപ്പം മടുപ്പ് തോന്നുന്നു. ഫീൽ ലൈക്ക് ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതേ നേരത്തെ കണ്ട സിനിമയിൽ ചെയ്ത പോലെ തന്നെയുള്ള മാനറിസംസ്. പക്ഷേ എൻ്റെ പപ്പയെ സംബന്ധിച്ച്, ഞാൻ എൻ്റെ പപ്പ എന്നുള്ളത് ഞാൻ അങ്ങനെ പറയുന്നതല്ല, എന്നാലും പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഏത് ക്യാരക്ടറിനും അതിനനുസരിച്ച് ഡിഫറൻസിയേഷൻ കൊടുത്ത് അതിൻ്റെ ഒരു ഇംപ്രവൈസേഷനൊക്കെ കൊടുത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ജന്മസിദ്ധമാണ്. അതൊരു വരദാനം എന്നൊക്കെ പറയുന്ന പോലെ അതെൻ്റെ പപ്പയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു മടുപ്പ് തോന്നാത്ത ഒരു സാറിന് ഇന്റർവ്യൂസ് തന്നെ നമ്മൾ കാണുമ്പോൾ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറിന്റെ ജീവിതത്തിലെ എലമെന്റ്സ് സാറ് ഇതിലോട്ട് സാറിന് ഒരു റോള് കിട്ടുമ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത് അതിനെ പഠിച്ചിട്ടാണ് സാറ് മാനറിസംസ് കൊണ്ടുവരുന്നതെന്ന് നമ്മുടെ സിനിമയിൽ കേൾക്കാം. തീർച്ചയായിട്ടും ഓരോ കഥാപാത്രങ്ങള്, അതായത് ഇപ്പൊ മീശമാധവനിലുള്ള ഭഗീരഥൻ പിള്ള, അങ്ങനെ തന്നെ ക്യാരക്ടറുള്ള ഒരു കുഞ്ഞു കട നടത്തുന്ന ഒരു ആളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ജഗതിയാണ്. ആ ഏരിയയിൽ ഒരു കട നടത്തുന്ന ഒരു ആളുണ്ട്. അദ്ദേഹത്തിന്റെ ചില മാനറിസംസും രീതികളും എല്ലാം ആ സിനിമയിൽ പകർത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ യൂസ് ടു ഒബ്സർവ് അലോട്ട്. ഒത്തിരി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, ഒത്തിരി കാര്യങ്ങൾ വായിക്കുന്ന ആളാണ്. ഐ തിങ്ക് ഏറ്റവും കൂടുതലും പ്രിയപ്പെട്ട സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഫിലോസഫിയാണ് അദ്ദേഹം കൂടുതൽ വായിക്കുന്നത്. അതൊന്നും എനിക്ക് തോന്നുന്നത് എനിക്ക് ദഹിക്കില്ല. അത് വായിക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഒരു എൻസൈക്ലോപീഡിയ ആണ്. എന്തിനെ പറ്റി ചോദിച്ചാലും, എന്ത് സംശയത്തെ പറ്റി ചോദിച്ചാലും അദ്ദേഹത്തിന് ഒരു ആൻസർ ഉണ്ട്, അറിവുണ്ട്. അതുപോലെ ഇതില് ഇപ്പൊ ഡയലോഗ്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോ കലണ്ടർ ആക്കിക്കുന്നതന്നെ ഇങ്ങനെ നമുക്ക് എന്താ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്തോണ്ട്. ഇപ്പൊ ഞാൻ സപ്ലി എക്സാമിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പം അതെ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പം ഒട്ടുമിക്ക വാട്സാപ്പിൽ കൂടെയൊക്കെ ആണെങ്കിലും ഈവൻ ഞാൻ പോലും എന്റെ പപ്പയുടെ ഇമോജീസ് ഞാൻ ഇടാറുണ്ട് പലപ്പോഴും. ഞാൻ അപ്പം ചിലർ അതിൽ ഫ്രണ്ട്സിലുള്ളവർ പറയും സ്വന്തം അച്ഛന്റെ ഇമോജി ഇട്ട്. അപ്പോഴാണ് ഞാൻ പപ്പയുടെ അങ്ങനെ, കാരണം നമുക്കതൊരു ഒരു പുച്ഛ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ ഈ ഇമോജിയിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇടുന്ന കുറെ ഇതുണ്ട്. എന്ന് വെച്ചാൽ ഡേ ടു ഡേ ലൈഫ് നമ്മുടെയും ഒരു ഇതാണ്. ത്രൂ ഫോണിലെ കൂടെ ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു ഇമോജീസ് എല്ലാ ദിവസവും ഒരു ഇമോജി കൈമാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടെ പോലും എനിക്ക് തോന്നുന്നു ജഗതി ശ്രീകുമാർ എന്ന വ്യക്തിയുടെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡയലോഗ് ഏതാ? അയ്യോ, അങ്ങനെ ചോദിച്ചപ്പോ നിങ്ങളുടെ കലണ്ടറിലുള്ള ഒട്ടുമിക്ക കുറെ ഔട്ട് കംപ്ലീറ്റ്ലി. ഈവൻ പോലും ഞാൻ പോലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചില ഡയലോഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അനിയ അനിൽ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ജിയോടൊക്കെ പറഞ്ഞ അനിയ എന്താ അനിയ, ഈ പപ്പയുടെ ലാംഗ്വേജ് ആണ് അനിയ എന്ന് വിളിക്കുന്നുള്ളൂ. എനിക്കൊന്ന് ഒട്ടുമിക്ക എനിക്ക് ട്രിവാൻഡ്രം സൈഡിലുള്ളവരുടെ ഒരു യൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണ് അനിയ, നില്ല് എന്നൊക്കെ പറയുന്നത്. എന്തിനനിയ, അങ്ങനത്തെ കുറെ വാക്കുകളൊക്കെ പപ്പ ഡേ ടു ഡേ ഉപയോഗിക്കുന്നത്. ഞങ്ങളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. സിനിമ മാത്രമേ ഉള്ളൂ കേട്ടോ, സിനിമയിൽ ഫ്രെയിമിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ തമാശയും കളിയൊക്കെ. അല്ലാത്തപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു
ആളാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാദർ എന്നൊന്നും പറയുന്നത് ഇതുവരെ നമുക്കുള്ള എല്ലാ എന്താ ഫ്രീഡവും തരും. നമുക്ക് എന്ത് വേണം ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ ഫ്രീഡവും തരും. അങ്ങനെ പപ്പയ്ക്ക് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം അങ്ങനെയൊന്നുമില്ല. എല്ലാം നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം തരുന്നുണ്ട്. എന്നാൽ കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് തരേണ്ടടുത്ത് അഡ്വൈസ് തരുന്നുണ്ട്. നല്ല ഫ്രീഡം തരുന്ന, അതിപ്പം ആണെന്നോ പെണ്ണെന്നോ അങ്ങനെയൊന്നുമില്ല, തുല്യ രീതിയിൽ. മാമിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സഹനടൻ ആരാണ് സാറിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ? ഇപ്പൊ എനിക്ക് സാറും മോഹൻലാൽ സാറും കൂടെ അഭിനയിക്കുന്ന ഡെഫിനറ്റ്ലി അതാണ് ഫസ്റ്റ് വരുന്ന പേര്. ലാലേട്ടൻ, ദിലീപേട്ടൻ, അതുപോലെ തന്നെ ഒത്തിരി എനിക്കൊന്ന് ഒട്ടുമിക്ക പപ്പയുടെ കൂടെയുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇല്ല. അങ്ങനെ ഒത്തിരി പേരുടെ കൂടെയുള്ള കോമ്പിനേഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആൻഡ് ഹി വാസ് സോ കംഫർട്ടബിൾ വിത്ത് ലാലേട്ടൻ. എന്നുവെച്ചാൽ പപ്പ കൊടുക്കുന്ന ആ ഒരു റിയാക്ഷന്, ഒരു ബദൽ റിയാക്ഷൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ലാലേട്ടന് ഇതിന്ന് കിട്ടും. ലാലേട്ടനും അതുപോലെ അവർ തമ്മിലൊരു കോംബോ ഭയങ്കര രസമാണ്. അതായത് കിലുക്കം, യോധയൊക്കെ നമുക്ക് ഇത്ര ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം. മാം, ഫസ്റ്റ് ടൈം നമ്മളിവിടെ വരുമ്പോഴേ സാറിനെ കാണുമ്പോൾ ആസ് എ ഡോക്ടർ ആൻഡ് വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹൗ ഹാർഡ് ആണ് ഒരു അതെ ഫുൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. അതിന്റെ പിന്നിലുള്ള ഒരു ടൈം ആൻഡ് എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അപ്പോ നമുക്കും കണ്ടപ്പോ തന്നെ മനസ്സിലായി അതെ പ്ലസന്റ് ആണ്, ബ്യൂട്ടിഫുള്ളി ഹീസ് കെപ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ മാം ആ ഒരു ജേർണി മാമിന് എന്താണ്? അതിന് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കില്ല. അത് പപ്പേനെ നോക്കുന്ന നമ്മളുടെ പണ്ടോട്ടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന പപ്പയുടെ കൂടെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന അജി, പിന്നെ അമ്മ, പിന്നെ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാണ്. പപ്പയ്ക്ക് ഒരു സന്തോഷത്തോട് ഉള്ള ഒരു സറൗണ്ടിങ്സ് ഉണ്ടാക്കുക, വളരെ ഹൈജീനിക് ആയിട്ട് ഹെൽത്തി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ടേക്ക് കെയർ. ഈവൻ ഫുഡ് പോലും നമ്മൾ എല്ലാം അങ്ങനെ വലിച്ചു വാരി അങ്ങനെ കൊടുക്കുകയൊന്നുമില്ല. എവറിത്തിങ് എല്ലാ ദിവസവും രാവിലെ ഇത്ര സമയത്ത് കുളിപ്പിക്കും, ഇത്ര സമയത്ത് ഓയിൽ മസാജ്, എല്ലാം കറക്റ്റ് 8:30 ബ്രേക്ക്ഫാസ്റ്റ്, കൃത്യം ഒരു 11 o'clock ആകുമ്പോൾ പുള്ളിനെ കിടത്തുന്ന ഒരു സമയം, ഫിസിയോതെറപ്പി, എല്ലാ കാര്യങ്ങളും വളരെ പക്കയായിട്ടാണ് നോക്കുന്നത്. എനിക്കൊന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മുടെ പാരന്റ്സ് എന്തെല്ലാം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മളെ നോക്കുന്നത്. അപ്പം ഇനിയുള്ള നമ്മുടെ ഒരു ഏജ് എന്ന് പറയുന്നത് ഇവരെ നോക്കുക, സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയിൽ പെടുന്ന കാര്യമാണ്. അത് നമ്മുടെ ഒരു ചുമതല എന്നുള്ളതല്ല, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അപ്പം നമ്മളും ആ രീതിയിൽ തന്നെയാണ് അപ്പം എന്നെ ചെയ്യുന്നത്. എനിക്കൊന്ന് ഇപ്പം ഏകദേശം ഒരു ഫിസിയോതെറപ്പിയുടെ ഒക്കെ ഒരു സമയമുണ്ട്. അപ്പം ആ ഒരു സമയം മെഡിസിനും ഒക്കെ ഉണ്ട്. ഈ സമയം ഒരു 11 ബിഫോർ ഒരു ഉറങ്ങുന്നതിന് മുന്നേ ഒരു 45 minutes, ഒരു 1 hour സ്ലീപ്പ് പതിവാണ്. ഒരു ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. കിടക്കാം. അപ്പം ഇവരോട് എല്ലാവരും ഹായ് പറഞ്ഞു.